ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ മാസം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഒരു വ്യക്തി നൽകിയ ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് നൽകിയതെങ്കിലും അത് ഈ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 40 കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു വാഹനം രജിസ്ട്രേഷൻ നടത്താനായിട്ട് കേരളത്തിൽ എവിടെയും ആ വ്യക്തിയുടെ വീടോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലമോ ഇതൊന്നും പരിഗണിക്കാതെ തന്നെ കേരളത്തിൽ എവിടെയുമുള്ള RTO ഓഫീസുകളിൽ അദ്ദേഹത്തിന് ഈ വാഹനം രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്. സാധാരണഗതിയിൽ ഇപ്രകാരമുള്ള കോടതി ഉത്തരവ് വന്നാൽ ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് അത് നടപ്പിലാക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക പതിവാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് അങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല. എന്നാൽ ഇത് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട കോടതി വ്യാഖ്യാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം, ഇപ്പോൾ ഇന്നലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് കാണുവാൻ ഇടയായി. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള RTOമാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ആ ഡിസ്കഷനിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും ഈ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ പ്രായോഗിക വശം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാനായിട്ട് സോഫ്റ്റ്വെയറിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ ഈ സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ KL1, KL7, KL8 അല്ലെങ്കിൽ KL11 ഇതുപോലുള്ള RTO ഓഫീസുകളിലേക്ക് കൂടുതലായിട്ടുള്ള അപേക്ഷകൾ ചെല്ലാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ന് വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഈ RTO ഓഫീസുകളിൽ ഈ വാഹനം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഇപ്പോൾ KL1, KL2 അല്ലെങ്കിൽ KL7, KL8, KL9 ഇതുപോലുള്ള നമ്പറുകൾ ലഭിക്കുന്നതാണ് അവർക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓഫീസുകളിലേക്ക് കൂടുതലായിട്ട് ഈ അപേക്ഷകൾ വന്നു ചേരാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടാകും. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ്റെ നടപടികൾ നടത്തുന്നത് വാഹന ഡീലറാണെങ്കിലും ഇതിൻ്റെ അപ്രൂവൽ എല്ലാം നടത്തി കൊടുക്കേണ്ടത് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അപേക്ഷകൾ കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ തന്നെ ഇത് കൃത്യസമയത്ത് നടത്തി കൊടുക്കാനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സോഫ്റ്റ്വെയറിൽ ചില പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ വരുന്ന അപേക്ഷകൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്ന രീതിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ രജിസ്ട്രേഷൻ നമ്പറിങ്ങിൽ തന്നെ ചില വ്യത്യാസങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് പ്രത്യേക ക്ലാസ് ഓഫ് വെഹിക്കിൾസിന് അതിൻ്റേതായിട്ടുള്ള കോഡുകളോ ഇപ്പോൾ പല സംസ്ഥാനത്തും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ പരിഷ്കരണം ഇവിടെ വേണ്ടിവരും. കൂടാതെ ഈ ഫാൻസി നമ്പർ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഉടമ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ, ആ RTO കോഡല്ല ഉദ്ദേശിക്കുന്നത്, ആ നമ്പർ ഇപ്പോൾ ഒരു RTO ഓഫീസിൽ ഉണ്ടെന്ന് കണ്ട് അവിടെ ഈ ടെമ്പററി രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് അവിടെ ബുക്ക് ചെയ്യും. കൂടാതെ മറ്റൊരു RTO ഓഫീസിലും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവിടെയും ഈ അപേക്ഷ സ്വീകരിക്കപ്പെടുമോ എന്ന്. അപ്പോൾ അങ്ങനെ 1-2 ഓഫീസുകളിൽ ഈ ഒരേ അപേക്ഷ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശം പരിഗണിച്ചുകൊണ്ട് ഇതിൽ വരാൻ സാധ്യതയുള്ള തകരാറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് കണ്ടെത്തുകയും അതെങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനായിട്ടാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് പലതരത്തിലുള്ള പരിഷ്കരണങ്ങൾ അത് പബ്ലിക്കിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള പല പരിഷ്കരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഉദാഹരണം ഇപ്പോൾ BH രജിസ്ട്രേഷൻ്റെ കാര്യം തന്നെ എടുക്കുക. നമ്മളുടെ ടാക്സ് നഷ്ടപ്പെടും എന്നുള്ള ഒറ്റ വിഷയത്തിൽ കേരളത്തിൽ ഇതുവരെയും ഈ BH രജിസ്ട്രേഷൻ നടപ്പിലാക്കിയിട്ടില്ല. കൂടാതെ ഈ യൂസ്ഡ് കാർ ഏജൻസിക്ക് പ്രത്യേകം ലൈസൻസും ഈ വാഹനങ്ങൾ വാങ്ങി അത് അവരുടെ പേരിലേക്ക് ഒരു ടെമ്പററി രജിസ്ട്രേഷൻ പോലെ എടുത്തുകൊണ്ട് ഈ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ നീങ്ങുവാനൊക്കെ ആയിട്ടുള്ള ഒരു ലൈസൻസിങ് സമ്പ്രദായം കൊണ്ടുവന്നെങ്കിലും ഇന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് വരുമ്പോൾ അത് സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പ്
അതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പൊതുജനം മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ നിന്നും ഞാൻ കണ്ടതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇത് ഈ കേരളത്തിലുടനീളം ഈ രജിസ്ട്രേഷൻ നടത്തുന്നതിന് എതിരെ ഒരു അപ്പീൽ പോകാനായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ കേന്ദ്ര മോട്ടോർ വാഹന നിയമം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് അതിന് കോടതി എത്രമാത്രം അതിന് അനുവാദം നൽകും എന്നുള്ള കാര്യത്തിൽ തീർച്ചും സംശയമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ഈ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് അത് ഇവിടെ അവഗണിക്കപ്പെടുകയാണ്. സാധാരണക്കാർക്ക് ആ ഒരു സംവിധാനം നടപ്പിലാക്കാൻ കേരളത്തിൽ അത് നടപ്പിലാക്കി കിട്ടാൻ ഇനിയും എത്ര സമയം എടുക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.